சுகி வா வா சுகி என்னோடு வா உன் பூவிழி என் தாய்மடி யாரோதா கிளையாகாயம் போனாலும் வேறென்றுமே இந்த மண்ணோடு தான் உள்ளது நானூரெங்கும் சென்றாலும் எண்ணம் எல்லாம் அடி உன்னோடு தான் உள்ளது இந்த தீராத ஆறாத பேராசைக்கு இன்று நான் என்ன பேர் வைப்பது நெருப்பில்லாமல் புகையில்லாமல் ஒரு தீ என்னை சூழ்கின்றது ബോസ് ബോസ് ഒരു പ്രശ്നമുണ്ട് ബോസ്. എന്താണോ ആ ഒരു ഫ്ലോ അങ്ങ് പോയി? എന്താ കാര്യം? എന്താ സാർ അത് പിന്നെ നമ്മുടെ ചരക്കുകൾ ലോറികളെല്ലാം പിടിച്ചു. പിന്നെ ഡ്രഗ്സ് ബിസിനസ് അതിനൊക്കെ കുറിച്ച് പോലീസിന് എന്തൊക്കെയോ തെളിവുകളൊക്കെ കിട്ടി. പിന്നെ മുംബൈയിലേക്ക് കടത്താൻ പോയ പെൺകുട്ടികളെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. What the hell? താൻ എന്തുവാണ് ഈ പറയുന്നത്? എങ്ങനെ? സാർ ഒരു പ്രശ്നമുണ്ട് സാർ. കമ്പനികളും എല്ലാ പ്രോപ്പർട്ടീസും ഇൻകം ടാക്സുകാർ പോകുന്നത് സീൽ ചെയ്തു. എന്തൊക്കെയോ തെളിവ് അവർക്കുണ്ടെന്ന് പറഞ്ഞു. എനിക്കെതിരെ കളിക്കുന്നവൻ ആരാ? അവൻ ആരാ? സാർ അറിയില്ല, നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആരായാലും എനിക്കെതിരെ കളിക്കുന്ന അവനെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. എന്റെ അവസാനത്തെ എതിരാളിയായ ദീക്ഷിതിനെ ഞാൻ ഒതുക്കിയതാ. പിന്നെ അവനാരാ? അലക്സ് കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. പിന്നെ തനിക്കെതിരെ നല്ല സ്ട്രോങ് എവിഡൻസ് അവരുടെ കയ്യിലുള്ളത്. താൻ എന്ത് ചെയ്യാനാ ഉദ്ദേശം? കളിച്ചാൻ ആരായാലും കളിക്കട്ടെ, നടക്കാൻ പോകുന്നില്ല. എടോ, താനിത് എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്? താനൊന്ന് ആ ന്യൂസ് ചാനൽ വെച്ച് നോക്ക്. താൻ കൊന്ന കൊലപാതകങ്ങളുടെ വീഡിയോസും താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇല്ലീഗൽ ബിസിനസിന്റെയൊക്കെ വീഡിയോ അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താൻ തൽക്കാലം എന്തായാലും പുറത്തൊന്നും ഇറങ്ങണ്ട. ഒളിവിൽ പോകുന്നതായിരിക്കും നല്ലത്. ഫോറസ്റ്റ് ഏരിയയിലുള്ള തന്റെ ഔട്ട് ഹൗസ് ഇല്ലേ, അവിടെ പോയി നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഫോൺ വെക്കുവാണ്. നീ ആരായാലും എനിക്കെതിരെയാ കളിച്ചിരിക്കുന്നത്. നിനക്കുള്ളത് ഞാൻ തരും. ദേവ, എന്തായി? കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയല്ലേ? കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ അവനിപ്പോ ഒളിവില്ല. അവൻ ഈ അടി ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. അവനിപ്പോ എവിടെയുണ്ട്? ഫോറസ്റ്റിലെ അവന്റെ ഒരു സീക്രട്ട് ഹൗസ് ഇല്ലേ, അവിടെ ഇപ്പൊ അവനുള്ളത്. അവനായിട്ട് നമ്മൾക്ക് നല്ലൊരവസരം തന്നിരിക്കുക. പിന്നെ അവനായിട്ട് പണിത
ശവക്കല്ലറയാണ് അവൻ്റെ ഫോറസ്റ്റ് ഏരിയയിലെ ഹൗസ് എന്ന് അവൻ അറിയുന്നില്ലല്ലോ. ഇപ്പോൾ അവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് അറിയാതെ. അവൻ്റെ ഗാർഡ്സ് ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ദേവ, നിന്റെ പ്ലാൻ എങ്ങനെയാണ്? അവന് ഭ്രാന്ത് പിടിക്കണം. അവന്റെ മരണത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ടുമാറോ നമുക്ക് അവിടെ എത്താം. ഓക്കെ. വാസുകി, അവസാന ശ്വാസം വരെ നിന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. അവനെ കൊല്ലുന്നതിലൂടെ പ്രതികാരം മാത്രമേ നടക്കൂ. എനിക്ക് നഷ്ടപ്പെട്ട നിന്നെ എനിക്ക് തിരിച്ചു കിട്ടില്ല. എല്ലാം എന്റെ തെറ്റാ. ഞാൻ നിന്നെ സ്നേഹിച്ചതോ എന്റെ ജീവിതത്തിൽ നിന്നെ ക്ഷണിച്ചതോ ഞാൻ ചെയ്ത തെറ്റ്. വാസുകി, നീ ഇല്ലാതെ എനിക്കിവിടെ ഒരിക്കൽ പോലും ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ ഇത്രയും നാളും ഇവിടെ നിന്നതിന്റെ കാരണം അവനെ കൊന്നതിന് ശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നതാണ് വാസുകി. എന്താ അലക്സ്, എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അപ്പോ നീയാണ് ഇതെല്ലാം ചെയ്തത്? ഇനി നമ്മൾ തമ്മിൽ ചോദ്യമോ സംസാരമോ ഒന്നുമില്ല. ഓൺലി ആക്ഷൻ. ഇനി ഞാൻ ഒരു വരവ് കൂടി വരും. അത് നിന്റെ ജീവൻ എടുക്കാൻ മാത്രമായിരിക്കും. അലക്സ്, ഇവിടെ എന്താ ഉണ്ടായത്? അവൻ വന്നിരുന്നു. നെക്സ്റ്റ് ദ മാഫിയ കിങ്സെ. അവനാ ഇതിനെല്ലാം പിന്നില്. അവൻ അന്നേ കൊന്നുകളയേണ്ടതായിരുന്നു. അവനിപ്പോ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക. എന്താ ദീക്ഷിതോ? അവനെങ്ങനെയാ? സാമൂൽ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയില്ല. പിന്നെ എന്നെങ്ങനെയെങ്കിലും നീ ഫ്രാൻസിലേക്ക് എത്തിച്ചേരണം. എന്താ അലക്സ്, നീ പേടിച്ച് ഒളിച്ചോടാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അവനെ പേടിക്കണം സാമൂൽ. അവൻ ഇനി വരുന്നത് എന്നെ കൊല്ലാനായിട്ടാ. ഞാൻ അന്ന് അവനെ കീഴടക്കിയത് വാസുകി എന്ന പുലിവള്ളിയിലൂടെയാ. ഇന്ന് അവളില്ല. ഇനി അവന് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. അലക്സ്, ഫ്ലൈറ്റിൽ പോകുന്നത് റിസ്ക് ആണ്. പിന്നെ പോലീസൊക്കെ നിന്നെ അന്വേഷിച്ച് നടക്കുക. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ പേഴ്സണൽ ഫ്ലൈറ്റ് ഉണ്ട്, അതില് ഫ്രാൻസിലെത്തിക്കാം. എങ്കിൽ പിന്നെ അലക്സ്, നീ എല്ലാം റെഡിയാക്കുക. ഇന്ന് നൈറ്റ് തന്നെ നമുക്ക് ഫ്രാൻസിലേക്ക് പോവാം.
ആരു, നീ ഇവിടെ നിൽക്കുമായിരുന്നു? എന്താടോ, എന്തു പറ്റി? താൻ കരഞ്ഞോ? ഏട്ടാ, നമ്മുടെ മോൻ അവൻ എന്റെ അടുത്തൊന്ന് മിണ്ടിയിട്ട് എത്ര നാളായെന്നറിയോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഏയ്, താൻ വിഷമിക്കാതടോ. അവന്റെ അവസ്ഥയെ കുറിച്ച് നമുക്കറിയാവുന്നതില്ലേ? എല്ലാം ഓക്കെയാവും. പോട്ടെ, സാരമില്ലടോ, എല്ലാം ശരിയാവും. പിന്നെ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക ഭാര്യയെ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ശരി ഏട്ടാ, ഞാനിപ്പോൾ എടുത്ത് വയ്ക്കാം. ഏട്ടൻ ഫ്രഷ് ആയിട്ട് വാ. അമ്മ, എന്താ മോനെ ദേവ? എനിക്കും കൂടി കഴിക്കാനെടുത്തു. മോനിരിക്കെ, അമ്മ എടുത്തു തരാം. പിന്നെ അമ്മ എനിക്ക് വാരി തന്നാ മതി. Hey handsome, you are so hot and sexy. ഒരു one night സ്റ്റാൻഡിന് റെഡിയാണ്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് ഒക്കെ തനിയെ വന്നോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എത്ര ധൈര്യം ഉണ്ടായിട്ടാടി ഈ ദീക്ഷിതിന്റെ പുറത്ത് നീ കൈവച്ചത്? പോടി, ഇനി ഇവിടെ നിന്ന് ഞാൻ നിന്നെ കൊന്നുകളയും. നമ്മളൊന്ന് മാറിയപ്പോ എന്താടാ ദേവ ഇവിടെ നടന്നേ? അവൾക്ക് ഒരു രാത്രി വേണമെന്ന് ഞാൻ അതിനുള്ള മറുപടി നന്നായിട്ട് തന്നെ കൊടുത്തു. എന്നാലും ദേവ, നിനക്ക് ഇതുവരെ ആരോടും ഒന്നും തോന്നാത്ത എന്താ? ഇനി നീ വല്ല ഡാഡാ, നീ പറഞ്ഞത് എങ്ങോട്ടാ പോണേ? അല്ല, ഞാനൊരു സംശയം ചോദിച്ചതാ. ഈ ദേവയുടെ മനസ്സ് കീഴടക്കാൻ ഈ ഭൂലോകത്ത് ഒരുത്തിയും ജനിച്ചിട്ടില്ലടാ. അതിന് നീ പെൺപിള്ളേര് വരുമ്പോ ഒന്ന് കീഴടങ്ങാനുള്ള ഗ്യാപ്പ് കൊടുക്കണ്ടേ? എങ്കിലല്ലേ കീഴടക്കൂ അവര്. അതിനു മുന്നേ അവരെടുത്ത് ചാടിക്കളിച്ചിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ലെങ്കിലും നീ അറിയാൻ എന്റെ കയ്യില് വഴി കിട്ടൂലല്ലോ. നീ അങ്ങനൊന്നും പറയണ്ട. ഏതെങ്കിലും ഒരുത്തി എവിടെയെങ്കിലും കാണും. നീ കറക്റ്റായിട്ട് മുഖമുത്തി വീഴുകയും ചെയ്യും. നീ വീണതുപോലെ അല്ലേടാ വെച്ചു. അതേടാ, ഇവന്റെ പൊന്നാരനിയെത്തി എന്നെ ഇടങ്കാലിട്ടെന്ന് വീഴ്ത്തിയില്ലേ. ദേവ, പിന്നെ നീ നാളെയല്ലേ ചെന്നൈക്ക് പോകുന്നേ? എടാ, നീ അപ്പോ ഒറ്റയ്ക്കാണോ പോകുന്നത്? അതിനെന്താടാ, നമ്മളെല്ലാം കൂടി അങ്ങോട്ട് പോയാലെങ്ങനെ? അച്ഛൻ പോകാനിരുന്നതാ, ബട്ട് അച്ഛൻ അത്യാവശ്യമായി ഫ്രാൻസിലേക്ക് പോകണം. പിന്നെ നീ എയർക്കിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ലടാ, അന്വേഷിക്കുന്നുണ്ട്. ഉടനെ കണ്ടുകിട്ടും. അവനെ കണ്ടുകിട്ടുവാണെങ്കിൽ ജീവനോട് കാണരുത്. അവൻ കാരണം ഇനി ഒരു പെൺകുട്ടികൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ മഹിയേട്ടനെ കാണാൻ പോയായിരുന്നു? മഹിയേട്ടനെ കാണാൻ പോയിരുന്നു ദേവ. പിന്നെ ഒരു 7-8 മാസത്തോളം ബെഡ് റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് പരിക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇനി ആളിപ്പോ ഓക്കെ ആയിട്ട് വരുന്നു.
പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. നാളെ നിനക്ക് പോവേണ്ടതില്ലേ ദേവ? അപ്പോൾ നമുക്ക് ഇറങ്ങാം. इश्क में मर जावा इश्क में मर जावा इश्क में मर जावा मैं देखूं तुझे दिन में 100 मर्तबा, ये अगर इश्क है तो है बेइंतहा। तू अगर मांग ले जान दे दूं अभी, तू अगर बोल दे खुद को कर वासुकी, एक मिनट। आ तुझ में खत्म कर दूं ये सांसें मेरी।